ഓൾ SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 7 പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 7 പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ സെറ്റ് ഹിസ്റ്ററി ബാച്ചിന് PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് ക്ലാസ് അല്ലെങ്കിൽ PDF നൽകുന്നത്. ഡെയിലി നോട്ട്സ് അയച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. സെറ്റ് ഹിസ്റ്ററി മാത്രമല്ല, കേട്ടിട്ട് സോഷ്യൽ സയൻസിന് കൂടെ ഇങ്ങനെ PDF കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ ചോദ്യം, ദ ടോട്ടൽ ചാപ്റ്റേഴ്സ് ഓർ അധികാരണാസ് ഇൻ അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രയിലെ ചാപ്റ്റേഴ്സിനെ പറയുന്നത് അധികാരണ എന്നാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ആ ഒരു കാര്യം കൂടെ പഠിച്ചു പോകാം. അർത്ഥശാസ്ത്രയിലെ ഓരോ ചാപ്റ്റേഴ്സിനെയും പറയുന്നത് അധികാരണാസ് ആണ്. അപ്പോൾ എത്ര അധികാരണാസ് ആണ് അർത്ഥശാസ്ത്രയിലുള്ളത്? ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയത്? കൗടില്യ അല്ലെങ്കിൽ ചാണക്യ. ഓക്കെ, അപ്പോൾ ചാണക്യൻ എഴുതിയ അല്ലെങ്കിൽ കൗടില്യ എഴുതിയ കൃതിയാണ് അർത്ഥശാസ്ത്ര. ഏത് കാലഘട്ടത്തെക്കുറിച്ച് തെളിവ് തരുന്ന കൃതിയാണ്? മൗര്യ കാലഘട്ടത്തെക്കുറിച്ച്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഈ കൗടില്യ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഒരു പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ഇത് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A 15, ഓപ്ഷൻ B 17, ഓപ്ഷൻ C 16, ഓപ്ഷൻ D 18. ടോട്ടൽ ചാപ്റ്റേഴ്സ് ഓർ അധികാരണാസ് ഇൻ അർത്ഥശാസ്ത്ര എത്രയാണ്? 15 ആണ്. 15 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 15 അധികാരണാസ് ആണുള്ളത്. ഈ ഒരു ടെക്സ്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് കർണാടകയിലെ അല്ലെങ്കിൽ മൈസൂരിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്യാമശാസ്ത്രി എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് കണ്ടെത്തുന്നത്. 1905. ആ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഐഡൻറ്റിഫൈ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഗന്ധാര, മത്സ്യ, ശുരസേന, ചെടി. ഇതിൽ ഇവരുടെ ക്യാപിറ്റലായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഗന്ധാര പോഡാന, മത്സ്യ വീരർ നഗർ, ശുരസേന കമ്പില്യ, ചെടി മധുര. ഇതിലേതാണ് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുള്ളത്? മഹാജനപദങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ്. മത്സ്യ വീരർ നഗറാണ്. മത്സ്യയുടെ ക്യാപിറ്റലാണ് ഏത്? വീരർ നഗർ. ഗന്ധാര പോഡാനയല്ല, അതുപോലെ ശുരസേന കമ്പിലിയല്ല, ചെടി മധുരയല്ല. അപ്പം അതിൻ്റെ ക്യാപിറ്റൽസ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെന്നല്ല, എല്ലാ മഹാജനപദങ്ങളുടെയും 16 മഹാജനപദങ്ങളുടെയും ക്യാപിറ്റൽ ഏതാണെന്ന് പഠിച്ചു പോവുക. അവിടുത്തെ പ്രധാന റൂളർ ആരാണ് എന്നുള്ളത് പഠിച്ചു പോവുക. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗന്ധാരയായാലും ശുരസേനയായാലും ചെടിയായാലും അവന്തി ആയാലും മഗധ ആയാലും ഇവിടെ നിന്നൊക്കെ ഇവരുടെ ക്യാപിറ്റൽസ് ചോദിക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ്, ദ കോയിൻ വിച്ച് അപ്പിയേർഡ് സൂൺ ആഫ്റ്റർ പഞ്ച് കോയിൻസ്. പഞ്ച് കോയിൻസിന് ശേഷം വന്നിട്ടുള്ള കോയിൻ അല്ലെങ്കിൽ പഞ്ച് കോയിന് ശേഷം അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് വന്നിട്ടുള്ള കോയിൻ ഏതാണെന്ന്. ഡൈസ്ട്രിക് ഗോൾഡ് കോയിൻ, കോപ്പർ ഇൻസ്ക്രൈബ്ഡ് കാസ്റ്റ് കോയിൻ, ഹുണ്ടിഗാസ് ആൻഡ് ഓപ്ഷൻ D ഡൈസ്ട്രിക് ദിനാറാസ്. ഏതാണ് പഞ്ച് കോയിൻസിന് ശേഷം വന്നിട്ടുള്ള കോയിൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഞ്ച് കോയിൻസ് ആണ് ആദ്യം കോയിൻസ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത്. പഞ്ച് കോയിൻസിനെയാണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള ഇത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. കോപ്പർ ഇൻസ്ക്രൈബ്ഡ് കാസ്റ്റ് കോയിൻസ് ആണ്. കോപ്പർ ഇൻസ്ക്രൈബ്ഡ് കാസ്റ്റ് കോയിൻസ് ആണ്. നെക്സ്റ്റ്, ദ ഹാരപ്പൻ സൈറ്റ് കൺസിഡേർഡ് ആസ് ട്രേഡിംഗ് പോർട്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ട്രേഡിംഗ് പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഹാരപ്പൻ സൈറ്റ് ഏതാണ്? അഫ്ഗാനിസ്ഥാനിലെ ട്രേഡിംഗ് പോർട്ട് എന്നല്ല, പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റാണ്. അതൊരു ട്രേഡിംഗ് പോർട്ടാണ്. ഒരു തുറമുഖ നഗരമായിട്ടൊക്കെ കണ്ടിരുന്ന ഹാരപ്പയിലെ സൈറ്റ് ഏതാണ്? അഫ്ഗാനിസ്ഥാനിലുള്ള സൈറ്റാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻസ്? സർക്കോത്താഡ, സുട്കാജൻഡോർ, ഷാതംബ്, ഷോർട്ടുഗായ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ D ഷോർട്ടുഗായ് ആണ്. ഓപ്ഷൻ D ഷോർട്ടുഗായ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ 4 ഓപ്ഷന് തന്നിട്ടുള്ള 4 ഓപ്ഷൻസും ഏത് പ്രദേശത്താണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഹരപ്പയിലെ
അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ സൈറ്റുകൾ ഏത് രാജ്യങ്ങളിലാണ് കിടക്കുന്നത്, പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെ ചോദ്യങ്ങൾ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഓരോ സൈറ്റ് തന്നിട്ട് ഇത് ഏത് ഭാഗത്താണെന്നും ഓരോ സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസും എടുത്ത് ചോദിക്കാറുണ്ട്. സോ ആ ഭാഗം അങ്ങനെ കൂടെ നോക്കിയേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ദ എക്സംഷൻ ആൻഡ് പ്രിവിലേജസ് ഗ്രാൻറ്റഡ് ടു ഡൊണീസ് ഇൻ റോയൽ ലാൻഡ് ഗ്രാൻഡ്സ് ആർ കോൾഡ്. അതായത് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുമ്പോൾ ഈ പല ഇളവുകളും അല്ലെങ്കിൽ എക്സംഷൻസും പ്രിവിലേജസൊക്കെ രാജാക്കന്മാർ ഈ ലാൻഡ് കൊടുക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രിവിലേജിനെയും എക്സംഷൻസിനെയും ഒക്കെ എന്താണ് വിളിക്കുന്നത്? വേസര, സപിന്ദാസ്, ജീവകാസ്, പരിഹാരാസ്. ലാൻഡ് ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. രാജാക്കന്മാർ ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ മറ്റ് പലർക്കുമായിട്ട് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. ബ്രാഹ്മണാസിന് കൊടുക്കാറുണ്ട്. ബ്രാഹ്മണാസിന് കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻഡിന് നമ്മൾ ബ്രഹ്മദേയ എന്ന് പറയുന്നുണ്ട്. ടെമ്പിൾസിന് കൊടുക്കുന്നതിന് എന്ത് വിളിക്കാറുണ്ട്? ദേവദാന എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ ചില എക്സംഷൻസും ചില പ്രിവിലേജസും ഒക്കെ ഈ ആളുകൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. അതിനെന്താണ് വിളിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, പരിഹാരാസ് ആണ്. ഓക്കെ, പരിഹാരാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ സെറ്റിൽമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഇൻ പല്ലവ കിങ്ഡം വേർ നോൺ ആസ്. പല്ലവ കിങ്ഡത്തിലെ സെറ്റിൽമെൻറ്റ് ക്ലസ്റ്റേഴ്സ് അറിയപ്പെട്ടിരുന്നത് കൊറ്റം, സുബ, അംശം, അകം. കൊട്ടം, സുബ, അംശം, അകം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, കൊട്ടം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ചാർവകാസ് വേർ ആൾസോ നോൺ ആസ്. ചാർവകാസ് മറ്റെന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഒരു ആൻഷ്യൻ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളായിട്ട് പറയുന്നതാണ് ചാർവകാസ്. അപ്പം അതിൽ ഓപ്ഷൻസ് അജ്വികാസ്, ലൗകായത, മഹായാനാസ്, മീമാംസകാസ്. ചാർവകാസ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലൗകായത എന്നുള്ള പേരിലും ചാർവകാസ് അറിയപ്പെട്ടിരുന്നു, ചാർവകാസ് സ്കൂൾ. നെക്സ്റ്റ്, ഓദർ ഓഫ് 4000 ദിവ്യപ്രബന്ധം. ഓദർ ഓഫ് 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? നക്കിരാർ, മാണിക്യവാസകാർ, കുലശേഖര ആൾവാർ, നാദമുനി. ഭക്തി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. തന്നിട്ടുള്ള ആളുകളെല്ലാം ആരാണ്? ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. 4000 ദിവ്യ പ്രബന്ധം വരുന്നത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി, നാദമുനിയുടെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 105 സ്ക്വയർ മീറ്റർ സെക്ഷൻ ഓഫ് മൈക്രോലിത്തിക് ഫ്ലോർ വാസ് എക്സ്കവേറ്റഡ് അറ്റ് ബാഗൂർ, പേസ്ര, ഇനാംഗോൺ, ജോര. ഇതിൽ മൈക്രോലിത്തിക് ഫ്ലോർ കണ്ടെത്തിയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു മെസോലിത്തിക് സൈറ്റിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പേസ്രയാണ് കറക്റ്റ്. ഓക്കെ, ഒരു 105 സ്ക്വയർ മീറ്റർ സെക്ഷൻ ഓഫ് മൈക്രോലിത്തിക് ഫ്ലോർ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? പേസ്രയിൽ നിന്നാണ്. പേസ്ര എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിലെ പേസ്രയിലാണ് ഈ ഒരു മൈക്രോലിത്തിക് ഫ്ലോർ കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ പെട്രോഗ്ലിഫ്സ്? എന്താണ് പെട്രോഗ്ലിഫുകൾ? ഫോസിൽ പെട്രോളിയം, പെയിൻറ്റിംഗ് ഓൺ റോക്സ്, റോക്ക് മെയ്ഡ് ഷെൽട്ടേഴ്സ് ആൻഡ് റോക്ക് ടൂൾസ് ഓഫ് സ്റ്റോൺ ഏജ്. എന്താണ് പെട്രോഗ്ലിഫ്സ്? ഫോസിൽ പെട്രോളിയം, പെയിൻറ്റിങ്സ് ഓൺ റോക്സ്, റോക്ക് മെയ്ഡ് ഷെൽട്ടേഴ്സ്, റോക്ക് ടൂൾസ് ഓഫ് സ്റ്റോൺ ഏജ്. പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത് പെയിൻറ്റിങ്സ് ഓൺ റോക്സ്, കല്ലുകളിൽ വരച്ചിട്ടുള്ള അല്ലെങ്കിൽ പാറകളിൽ, ശിലകളിൽ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെട്രോഗ്ലിഫ്സ്. നമുക്ക് പാലിയോളിത്തിക് ഏജുമായ മെസോളിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ട നിരവധി പെയിൻറ്റിങ്സുകൾ, റോക്സിൽ നിരവധി പെയിൻറ്റിങ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെട്രോഗ്ലിഫ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.